നിർമ്മല സീതാരാമനെയോ എസ് ജയശങ്കറെയോ ഇറക്കി തിരുവനന്തപുരം പിടിക്കാൻ ബിജെപി. പൊതുസ്വീകാര്യതയുള്ള ദേശീയ നേതാക്കളെ മത്സരിപ്പിച്ചാൽ തരൂരിനെ അട്ടിമറിക്കാം എന്നാണ് ബിജെപിയുടെ പ്രതീക്ഷ. സിപിഐയുടെ ആനി രാജ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ട്. ഇതോടെ ദേശീയ നേതാക്കളുടെ അപൂർവ മത്സരത്തിനാകും തലസ്ഥാന മണ്ഡലം വേദിയാവുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിൽ ബിജെപിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലമായിരുന്നു തിരുവനന്തപുരം. ഒ രാജഗോപാലിലൂടെയും പിന്നീട് കുമ്മനം രാജശേഖരനിലൂടെയും തിരുവനന്തപുരം പിടിച്ചെടുക്കാമെന്ന് ബിജെപി ഒരുപാട് മോഹിച്ചു. പക്ഷേ ശശി തരൂർ എന്ന വൻമരത്തെ മറികടക്കാൻ അവർക്കുമായില്ല. തരൂർ മത്സരിച്ചാൽ ജയപ്രതീക്ഷ വേണ്ടെന്ന് ബിജെപിയുടെ സാധാരണ പ്രവർത്തകർ മുതൽ ഉന്നത നേതാക്കൾ വരെ ചിന്തിക്കുന്ന നിലയിലായി കാര്യങ്ങൾ. തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തിരുവനന്തപുരത്ത് ജയിക്കുന്നത്. ഇനി അടുത്ത കാലത്തൊന്നും വേറെ ആർക്കിങ്ങനെ അവസരം ഉണ്ടാവോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എന്നാൽ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ചിന്തകൾ വേറെ വഴിയിലാണ് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. നിരന്തരം തലസ്ഥാനത്തെത്തുന്ന രണ്ട് കേന്ദ്രമന്ത്രിമാരെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ. നിർമ്മല സീതാരാമനും എസ് ജയശങ്കറും. അടിക്കടി തലസ്ഥാനം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രിമാർ സർക്കാർ പരിപാടികൾക്ക് പുറമെ രാഷ്ട്രീയ പരിപാടികളിലും സജീവമാണ്. മലയാളിയായ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ പേരും അന്തരീക്ഷത്തിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അത് തിരുവനന്തപുരത്തോട് ചേർന്ന് കിടക്കുന്ന കന്യാകുമാരിയിലായേക്കുമെന്നും വാർത്തകളുണ്ട്. അങ്ങനെയെങ്കിൽ മോദി പ്രഭാവം തലസ്ഥാനത്തും ഗുണം ചെയ്യുമെന്ന് ബിജെപി സ്വപ്നം കാണുന്നു. ഇടതുമുന്നണിയിൽ സിപിഐയുടെ സീറ്റാണ് തിരുവനന്തപുരം. 2005 ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച പന്ന്യൻ രവീന്ദ്രനാണ് ഇവിടെ അവസാനമായി ജയിച്ച ഇടതു സ്ഥാനാർത്ഥി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ബിജെപിക്ക് പിന്നിൽ 3ാം സ്ഥാനത്തായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥികൾ. ഇത്തവണ ആ നാണക്കേടിൽ നിന്നെങ്കിലും കരകയറാനാണ് സിപിഐയുടെ ശ്രമം. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജയെ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. അതിലൂടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ന്യൂസ് 18 തിരുവനന്തപുരം.